ഹലോ ഗൈസ്, എടാ ഈ വട്ടപ്ലാക്ക് പിടിച്ച ഇവനാണെങ്കിൽ അലിൻ ജോസ് പെരേര നിൽക്കണ മാതിരി 1 മണിക്കൂർ കൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. ഈ ബർത്ത്ഡേ കേക്കിലൊക്കെ ഹാപ്പി ബർത്ത്ഡേ കുത്തി വെച്ചേക്കാണ് കനങ്ങാതെ ഇങ്ങനെ നിൽക്കണേന് വേണ്ടി പ്രൈസ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ അവനൊക്കെ തൂക്കി പറക്കി നമ്മൾ നേരെ കഴിക്കാൻ പോയി. ബർത്ത്ഡേ ആയിട്ട് അവനെ പുറന്നു വിട്ടില്ലെങ്കിൽ ഒരു സന്തോഷമില്ല. അവിടെ ചെന്ന് കയറിയപ്പോൾ അവിടെ ആണെങ്കിൽ വൻ ജനാവലി. മഴയും കാത്തിരിക്കണ വേഴാമ്പെല്ലാം കണക്ക് നമ്മൾ അവിടെ കാത്തിരുന്നു. അതിന്റെ ഇടയിൽ ഇവന്റോടെ ഇവൻ ജനിച്ചതുകൊണ്ട് നാടിനുണ്ടാവുന്ന 3 ഗുണങ്ങളെ കുറിച്ച് പറയാൻ പറഞ്ഞു. ഇവന്റെ അടുത്ത് ചോദിക്കുന്നത് മന്ത്രിമാരെ കൊണ്ട് ജനങ്ങൾക്കുണ്ടായ ഗുണങ്ങൾ ചോദിക്കുന്നത് ഒരു കണക്കാണ്, രണ്ടിനും ഉത്തരവില്ല. ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മളേതാ ബംഗാളി എണ്ണന്റെ റീല് ഉണ്ട്. ഏതോ ഭാഗ്യനായ പുയ്യാപ്പിളനെ ഒരുക്കണതാണ്. ഒരുമാതിരി മുളക് ബജിയിലൊക്കെ മാവ് കൂടിയിട്ട് പൊരിച്ചെടുക്കണ പോലെ. നമ്മളെ നാട്ടിലല്ലായിരുന്നെങ്കിൽ അമ്മാവന്മാരെല്ലാം കൂടെ അവരാഴ്ച വിട്ടേനെ. ആണെങ്കിൽ അകത്ത് കയറി അങ്ങോട്ട് മെനു കാർഡ് എടുത്ത് വെച്ചിട്ട് PSC പഠിക്കണ കറഞ്ചം പുറഞ്ചും എന്തൊക്കെയോ നോക്കി. ഇതൊക്കെ നോക്കിന്ന് പറഞ്ഞിട്ട് എന്തൊരു കാര്യം, ഷവായി ഷവർമ്മ അൽഫാം ഇതിന് 3 ഏതെങ്കിലും ഒരെണ്ണം ഓർഡർ കൊടുക്കാതെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങൂല. ഇവന് പിന്നെ എഴുത്തും വായനയും പരിപാടിയൊന്നും അങ്ങനെ അത്ര വശമില്ലാത്തതുകൊണ്ട് പിന്നെ അവൻ അങ്ങോട്ട് നാസിക് ഡോൾ പ്രാക്ടീസ് ചെയ്യണം. ഹൈ 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 ഹൈ. ഇവിടെ നിങ്ങളെല്ലാരെങ്കിലും വാട്ടർമെലൻ ജ്യൂസ് ചവച്ചിന്റെ ആളെ കണ്ടിട്ടുണ്ടോ? ഇവൻ തന്നെ അതൊക്കെ ചവച്ച് പേരറിഞ്ഞൂടെ എന്തൊക്കെ ഓർഡർ ചെയ്തപ്പോ പച്ചിലേക്ക് ചവച്ചരച്ച് ആ സ്പൂണൊക്കെ ആയിട്ട് കൊണ്ട് തന്നു. ഫുഡൊക്കെ ഇങ്ങോട്ട് വന്നപ്പോ ആൾക്കാരെ മുഖഭാവൊക്കെ അങ്ങോട്ട് മാറി. അരച്ച പൊരിച്ച് ചവച്ച് മറിച്ചിടാ. ഇവനൊക്കെ പശു കാടി കുടിക്കണൊക്കെ ആന് ചവയ്ക്കാണ്ടാ. എല്ലാം കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞ ഭൂമിയെ കണക്ക് അവശിഷ്ടം മാത്രമായി ബാക്കി. കഴിച്ചിട്ടും അങ്ങനെയൊന്നും തളരാത്ത മനസ്സായോണ്ട് വയറ്റിലെ സ്ഥലം അളന്ന് നോക്കേണ്ടി വരും. ബർത്ത്ഡേ ആയിട്ട് കുനാഫ കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് കയ്യൊക്കെ പെനച്ചു പിടിച്ച് എന്തൊക്കെയോ ഇവൻ കാണിക്കുന്നു. ഇവത്ത് കട്ട് ചെയ്തെടുത്ത് നമ്മൾ വിചാരിച്ചപ്പോ നമുക്ക് വരാം, അവ എടുത്ത് ഒരു ഒറ്റ വിഴുങ്ങില്ല. അവസാനം ഇവ എല്ലാം കൂടെ പിടിച്ചു വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എല്ലാവരും വീതിച്ച് കഴിക്കാൻ തുടങ്ങി. നാളെ തൊട്ട് ഇവൻ ഷുഗർ കട്ടല്ലേ മോനെ, ഡയറ്റ് ഒറ്റ മൈൻഡ് വേണമെന്ന് വെച്ചാലും തരൂല. അല്ല ഇനി നമ്മള് തന്നാലും കുടിക്കൂല. ഈ വാക്കിന് വില ഉള്ളവനാണ് അവൻ, അങ്ങനെ കുടിച്ചതേ ഇല്ല. ബാറ്റിൽ ടാങ്ക് കണക്കത്തെ ഒരു സാധനം കൊണ്ടുവന്ന് അവൻ ഐസ്ക്രീം ഒക്കെ കുത്തി ഇറക്കി. പിന്നെ അഭിനയ സിംഹായോണ്ട് അതൊന്നും അത്ഭുതപ്പെടാൻ പറഞ്ഞപ്പോ അങ്ങ് അത്ഭുതപ്പെട്ടു. എന്റെ അത്ഭുതപ്പെടൽ കണ്ട് അടുത്ത സീറ്റ് ഇരുന്നവർ 2 റൗണ്ട് അതുവഴിയാണ് ഈ ഓട വരെ ചെയ്തു. ഇവന്റെ അത്ഭുതപ്പെടൽ കണ്ടിട്ട് നമുക്ക് തന്നെ അതൊരു അത്ഭുതമായിട്ട് തോന്നി. അവസാനം എല്ലാം കൂടെ കൊത്തിപ്പറക്കി തിന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളെ ഹാപ്പിയായോ? നീ ഹാപ്പിയായോ? രണ്ടുപേരും ഹാപ്പിയായോ? ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു പറ. ഹാപ്പി ബർത്ത്ഡേ. നമ്മൾ അങ്ങോട്ടാണ്